അയ്യോ പെയിൻ കില്ലർ വേണ്ട, പെയിൻ കില്ലർ ഒഴികെ ബാക്കി എന്തും ആവാം. കൊല്ലത്തിലോ 2 കൊല്ലത്തിലോ ഒരു പ്രാവശ്യം ഒരു യൂറിക് ആസിഡിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയില്ലോ പെയിൻ കില്ലർ എഴുതേണ്ടി വന്നാൽ പേഷ്യൻസ് പറയുന്ന വാക്കാണ്, അയ്യോ എഴുതല്ലേ പെയിൻ കില്ലർ. പക്ഷെ നിരന്തരമായിട്ട് തോല് വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫെയർനെസ് ക്രീം ഉപയോഗിക്കും അല്ലേ, വൈറ്റനിങ് ക്രീം. ഇന്ന് നടന്ന ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം പറയാം. ഒരു 20 വയസ്സുകാരെ പെൺകുട്ടി മൂത്രത്തിൽ പത പോകുന്നു എന്ന് പറഞ്ഞിട്ട് നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടി വന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ ടെസ്റ്റുകൾ എടുത്തപ്പോൾ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതായിട്ട് കണ്ടുപിടിച്ചു. പക്ഷേ ക്രിയാറ്റിനും കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു. എന്തുകൊണ്ടാണ് യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതെന്ന് ഒരു ഉത്തരവില്ല. പിന്നെ ഏതറ്റം വരെ പോകാനും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള മാതാപിതാക്കളുള്ളതുകൊണ്ട് കിഡ്നി ബയോപ്സി വരെ പോയി. അവസാനം കിഡ്നിയിൽ കണ്ടത് മെംബ്രേനസ് ഗ്ലോമെറുലോനെഫ്രോപ്പത്തി. എന്തുകൊണ്ട് മെംബ്രേനസ് ഗ്ലോമെറുലോനെഫ്രോപ്പത്തി എന്ന് പറയുന്ന ഈ പ്രോബ്ലം കിഡ്നിയിൽ വന്നെന്ന് അന്വേഷിച്ചപ്പോൾ മെർക്കുറി കണ്ടൻറ്റ് വളരെ ഹൈ ആണ് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ദേഹത്തിൽ മെർക്കുറി കണ്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പൊതുവേ ഉണ്ടാവാറില്ല. ഏറ്റവും കൂടുതൽ മെർക്കുറി കണ്ടൻറ്റ് വരുന്നത് നിങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന ഫെയർനെസ് ക്രീമുകളാണ്. പൊതുജനത്തിന് ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയ ഇല്ല. അറ്റ്ലീസ്റ്റ് സർക്കാരെങ്കിലും ഇതിന് മുൻകൈ എടുക്കണം. ഹൈ കണ്ടൻറ്റ് മെർക്കുറി ഉള്ള ഫെയർനെസ് ക്രീമുകൾ ബാൻ ചെയ്യാൻ തന്നെ വേണം.